കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡിലെ ഇൻവർകാർഗിലിൽ ഏകദേശം 100-200 ക്ലാസിക് കാറുകൾക്ക് മേളിൽ ഇവിടെ ഒരു ഓപ്പൺ ഷോ ആയിട്ട് നടത്തിയിരുന്നു. ഇവിടേക്കുള്ള എൻട്രി ഗോൾഡ് കോയിൻ എൻട്രി ആയിരുന്നു. ഇതൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് പല ക്ലബ്ബുകൾ ചേർന്ന് നടത്തുന്ന ഒരു ഷോ ആയിരുന്നു. ഈ കാറ് കണ്ടോ, വളരെ മനോഹരമായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു കാറ് നിർമ്മിക്കാൻ ചിലപ്പോൾ ഒരു മിഷനിൽ സാധ്യമായിരിക്കില്ല. ചിലപ്പോൾ ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് കാറുകളായിരിക്കും. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്പിനി വീൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വീൽ കപ്പൊക്കെ കൊണ്ട് എത്ര മനോഹരമാണ്. വൈറ്റ് കളറിൽ ഇതിനൊരു റോയൽ ലുക്ക് തന്നെ തോന്നുന്നുണ്ട്. ഇത് ചെറിയൊരു കാറ്, നല്ല റെഡ് കളർ. ഇതിൻ്റെ ബോണറ്റ് കണ്ടോ, ചെറിയൊരെണ്ണം. അതവർ ഒരു കമ്പ് വെച്ച് പൊക്കി ഉറത്ത് വെച്ചിരിക്കുകയാണ്. ഇത് 2 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ്. ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ അവർ നല്ല പ്രോപ്പറായിട്ട് തന്നെ ഇപ്പോഴും നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്ര വൃത്തിയായിട്ടിരിക്കത്തില്ല. എല്ലാ കാറുകളും വളരെ മനോഹരമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഓരോ വ്യക്തികളുടെ കാറുകളാണ്. ഇത് കണ്ടോ, ഒരു ട്രെയിനിൻ്റെ മോഡലിലുള്ള ഒരു കാറായത്. ഇതിൻ്റെ ബോണറ്റ് കാണുന്നില്ലല്ലോ, അത് ഊരി വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു. ഇത് നമ്മൾ പഴയ സിനിമകളിലൊക്കെ ചില കണ്ടിട്ടുണ്ട്. ഇവിടെ അതേ ഒരു മസിൽ കാറ് കിടപ്പുണ്ട്. ഈ കാറുകളുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര നീളമാണ്. ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാനൊക്കെ വലിയ പാടായിരിക്കും. ചിലപ്പോൾ പാർക്കിംഗ് സ്പേസുകളിൽ അത് കൊള്ളത്തില്ല. ചിലപ്പം 2 പാർക്കിംഗ് സ്പേസ് വേണ്ടി വരും ഇതുപോലൊരു കാറ് കൊണ്ട് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി. ഇത് കണ്ടോ, ഇത് തീരെ കുഞ്ഞൻ ഒരു മിനി കൂപ്പർ. ഇതാണ് ആദ്യകാലങ്ങളിലെ മിനി കൂപ്പർ എന്ന് തോന്നുന്നു. കണ്ടോ, ഇത് ഗോൾഡൻ കളറിൽ ഉള്ള ഒരു കാറ്. അവർ നന്നായിട്ട് അതിലൊരു ഈഗിളിൻ്റെ പടമൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാറ് കണ്ടോ, ഇത് ചെറിയൊരു കാറാണെങ്കിലും ഇതിന് 2 സൈഡിലായിട്ട് 8 സൈലൻസർ കൊടുത്തിട്ടുണ്ട്. 4 എണ്ണം വെച്ച് ഓരോ സൈഡിലും. ഇതിൻ്റെ എൻജിൻ അത്ര വലുതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വേറൊരെണ്ണമുണ്ട്. ഇവിടെ ജാഗ്വാറിൻ്റെ പഴയ മോഡൽ ഒരു കാറുണ്ട്. ഇത് അവരുടെ ക്ലബിൻ്റെയാണ്. ഇതുണ്ടോ, പഴയ നമ്മുടെ ഒരു അംബാസഡറിൻ്റെ ഒരു ഷേപ്പൊക്കെ തോന്നുന്നുണ്ട്. പഴയകാല ജാഗ്വാർ. ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ ഇതിൻ്റെ സൈഡിലായിട്ട് നടക്കുന്നുണ്ട്. ചെറിയ തുണിത്തരങ്ങളും പിന്നെ ഹാൻഡ് മെയ്ഡായിട്ട് നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു ഈ ഇരിക്കുന്ന വസ്തുക്കളൊക്കെ. കരകൗശല വസ്തുക്കൾ നമ്മൾ പറയുന്ന പോലുള്ള വസ്തുക്കളാണെന്ന് തോന്നുന്നു. അത് ഇവർ തന്നെ ചിലപ്പോൾ നിർമ്മിച്ചതായിരിക്കാം. ഈ കാറുകളുടെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല. പിന്നെ നമ്മൾ കണ്ടുപോവുക, കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. കൂടുതലും ഫ്രോഡിൻ്റെ കാറുകളാണെന്ന് തോന്നുന്നു പല മോഡലുള്ളത്. ഒരു കാലത്ത് കാറുകളുടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചാണല്ലോ ഫ്രോഡ്. അപ്പോൾ അവരുടെ കാറുകൾ ഒരുപാടുണ്ട്. ഇത് കണ്ടോ, മറ്റൊരു കാറ് 2 സൈഡിലേക്കും ചിറകുകൾ പോലെ ഇതിൻ്റെ ബോണറ്റ് തുറന്നു വെച്ചിട്ടുണ്ട്. ഇതിനെന്തൊക്കെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ അത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് നെയിൽ പോളിഷിൻ്റെ ഒരു കളറിലാണ് അവരത് ചെയ്ത് അതിൻ്റെ കളറ് കാണുന്നത്. ഒരുപാട് കാറുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഓരോ കാറും വിശദമായിട്ട് നോക്കിക്കാണാൻ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ നടന്ന് എല്ലാ കാറുകളും കാണുകയാണ്. കുറേ ആളുകൾ അതിൻ്റെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതിനകത്ത് ചില കാറുകൾ വിൽക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലേലം പോലെ അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഒരു സ്റ്റേജിൽ വിൽക്കാനുള്ള കാറുകളുടെ ലേലം നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ കുട്ടികളുമായിട്ട് ഇവിടം വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ചെല്ലുന്ന സമയത്ത് ഏകദേശം ഇത് ക്ലോസ് ചെയ്യുന്ന സമയമായിരുന്നു. ഈ ഓപ്പൺ ഗ്രൗണ്ടിൽ എന്ത് ക്ലോസ് ചെയ്യുകയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതിൻ്റെ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു പ്ലേ ഏരിയയും അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാഹനപ്രേമികളായ കുട്ടികൾക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു അവസരവും അവരിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 ചെറിയ ജീപ്പ് പോലുള്ളതിനകത്ത് കുട്ടികൾക്ക് കണ്ടോ ഡ്രൈവ് ചെയ്യാനുള്ള അവസരമാണത്. അതിന് ചെറിയ എമൗണ്ട് പേ ചെയ്യേണ്ടി വരുമായിരിക്കും.